അപ്പൊ അതിന് അവർക്ക് ഇത് നല്ല മരിങ്ങ, അവര് ഓഫറുള്ള സമയം അറിയാം. അവൻ ചില ആൾക്കാർ രാത്രി 12 മണിക്കൊക്കെ ഓഫർ അനൗൺസ് ചെയ്യും. തിരുവോണത്തിനും ക്രിസ്മസിനും ഒക്കെ ഒരു ദിവസം ഇന്ന് രാത്രി 1 മണിക്കൂർ ഓഫർ ഉണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ഉറക്കം നിന്നിട്ട് ചിലപ്പോൾ 900 രൂപയുടെ ഷർട്ട് ചിലപ്പോൾ അവർ 90 രൂപക്ക് മേടിക്കും. ഓഫറാണത്. അപ്പൊ നമുക്ക് സ്ഥാപന ജൈവ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നതിന് നമ്മൾ എന്തുമാത്രമാണ് ഓഫർ നോക്കണത്, പിച്ചിലൻ്റായിട്ട് ഷാർപ്പോട് കൂടി. പക്ഷെ കർത്താവ് നമുക്ക് എന്തുമാത്രം ഓഫർ തന്നിട്ടുണ്ടെന്നറിയാവോ? ഈ ഈഗർനെസ് നമ്മൾ ഒരു കർത്താവ് നൽകിയ ഓഫർ. ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞേക്കാൻ നിങ്ങൾ ഓർക്കണില്ലേ, ഞാൻ നിന്റെ മുഖത്തെ സംഗീത 32:8 എന്താ പറയണത്? ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കും. അതൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഉപദേശമല്ലേ? ഉപദേശമല്ലേ വേണ്ടത്? ഈ ആൾക്കാരെല്ലാം തെറ്റിപ്പോണ അങ്ങോട്ട് നമുക്ക് നേരെ പോണതിന് പകരം നമ്മള് വേറെ വഴിക്ക് പോയാൽ വല്ലയിടത്തും എത്തുക. ഉപദേശം പ്രധാനപ്പെട്ടതാണ്. നീ എന്നെ ഉപദേശിക്കണമെന്നൊക്കെ പറയണില്ല, മണ്ടത്തരമാണ്. ആൾക്കാർക്ക് ഏറ്റവും പ്രഷ്യസ് ഉപദേശമാണ് വേണ്ടത്. അപ്പൊ എന്താണ് കാര്യം? നീ നടക്കേണ്ട വഴിയാണ്. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അത് ഓഫറാണത് ശരിക്കും പറഞ്ഞത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സർക്കാർ സൂചന തരും. അതിനകത്താദ്യം പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ചെല്ലരുത്. കർത്താവിന് തോന്നണം നിനക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റിയ ആളാണെന്ന്. പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, പക്ഷെ എല്ലാം ലളിതമല്ല. എന്താ കാര്യം? നമ്മളതിന്റെ പേയ്മെന്റ് നമ്മളെ പ്രോസസ്സിലൂടെ പോകണം. ഇപ്പൊ ഈശ്വരനെ തന്നെ ആ പ്രോസസ്സിലൂടെയല്ലേ കൊണ്ടുപോയത്. അനുഭവമാക്കി വിട്ട് പരീക്ഷിച്ചൊക്കെ അറുതെടുത്തിട്ട് ആ പ്രോസസ്സിലൂടെയാണ് വരത്തുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പില് നമുക്ക് കുറെ പ്രലോഭനങ്ങൾ ഉണ്ടാകണമെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം നമ്മൾ ഉണ്ടാക്കണതല്ല, കുറച്ച് ദൈവം തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും. ഇതിന്റെ ഏറ്റവും വലിയ വിഷയം വെച്ചാൽ വിശ്വസ്തതയാണ്. ഇപ്പൊ എന്റെ നിർമ്മലം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈ ആ ടെസ്റ്റുകളെല്ലാം പാസ്സായി ഈസിയാണ്, എല്ലാം ഈസിയാണ്. ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലേ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ മനുഷ്യന്മാരെപ്പോലെ തന്നെ നമ്മൾ അറിയുകയും പോവുകയും ചെയ്യുന്ന ചില വീടുകളിലൊക്കെ ഇല്ലേ.